കൊച്ചിയിൽ പുതുവത്സരത്തിനായുള്ള പാപ്പാഞ്ഞിയുടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് നമുക്കിപ്പം. ശ്യാം, എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഈ ന്യൂ ഇയർ ആഘോഷമൊക്കെ നടക്കുന്നത് കൊച്ചിയിലാണ്. ഇപ്പോൾ പാപ്പാഞ്ഞിയുടെ ഒരുക്കങ്ങൾ അതെല്ലാം പൂർത്തിയായെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ? സേതുലക്ഷ്മി, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചി പരേഡ് കണ്ടിട്ടുണ്ട്. ഇവിടെയാണിപ്പോൾ ഈ പപ്പാഞ്ഞിയെ അവസാനവട്ട ഒരുക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയൊരു പടുകൂറ്റൻ പപ്പാഞ്ഞിയാണ്, ഏകദേശം 60 അടിക്ക് മുകളിൽ വരും. ഇത്രയും വലിയൊരു പപ്പാഞ്ഞി ഈ ഫോർട്ട് കൊച്ചിയിൽ ആദ്യമായിട്ടാണ് ഇനി റെഡിയാക്കുന്നത്. അതിൻ്റെ ഇനി മുഖം കൂടി ഷേപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണ തോതിലേക്ക് എത്തും. എന്തായാലും ഓരോ വർഷം ചെല്ലും തോറും കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷം കളർഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മുഖച്ഛായ കൂടി മാറുന്നതാണ് ഇത്രയും വലിയൊരു പടുകൂറ്റൻ പപ്പാഞ്ഞി ഇക്കുറി ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പപ്പാഞ്ഞിയുടെയൊക്കെ ഒരു കൊച്ചിയിലേക്ക് എങ്ങനെയാണ് ഈ പപ്പാഞ്ഞിയൊക്കെ കടന്നു വന്നത് എന്നൊക്കെ നമുക്ക് അറിയാം. നമ്മോടൊപ്പം ഈ ബിനാലയുടെയൊക്കെ ഒരു ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ബോണിച്ചേട്ടൻ നമ്മോടൊപ്പം ചേരുന്നു കൊച്ചിയിലെ. ചേട്ടാ, ഈ കൊച്ചിയുടെ ഒരു പപ്പാഞ്ഞി സംസ്കാരം അതെങ്ങനെയാണ് ഉടലെടുത്തത്? ഇപ്പോൾ കൊച്ചിയിൽ മാത്രമുള്ള ഒരു ന്യൂ ഇയർ ആഘോഷമാണ് ഈ പപ്പാഞ്ഞി കത്തിക്കൽ എന്നുള്ളത്. ലോകത്തിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരിടത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇവിടെ കൊച്ചിയിൽ പപ്പാഞ്ഞി കത്തിക്കലുണ്ട്. പക്ഷേ ഈ രൂപത്തിലായിരുന്നില്ല അത്. കുട്ടിക്കാലത്ത് ഇവിടെ കുറച്ച് കൂട്ടുകാരും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ യങ്സ്റ്റേഴ്സൊക്കെ കൂടി നിന്നിട്ട് ഈ 31-ാം തീയതി ചിലപ്പോൾ 2 അടിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പപ്പാഞ്ഞിയുടെ ഒരു രൂപം 2 വടിയോ എന്തൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ട് അതിങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് ന്യൂ ഇയറിൻ്റെ ഒരു തമാശയായിരുന്നു അത്. അപ്പം അത് അങ്ങനെ വന്നു. പിന്നെ ഇതിൻ്റെ അതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചിയുടെ ഒരു പ്രത്യേകത, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കത്തോലിക്ക നഗരമാണ്. ഇവിടെ ആദ്യം പോർച്ചുഗീസുകാർ 16-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ ഇവിടെ ഉണ്ടായിരുന്നു. 1500 മുതൽ 1663 വരെ ഇവിടെ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇത് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ നന്നായി ആഘോഷിക്കുന്ന ആളുകളായിരുന്നു. എങ്ങനെയാണ് ഈ പപ്പാഞ്ഞിക്ക് ഒരു സാന്തയുടെ ഒരു പരിവേഷത്തിലേക്ക് വരുന്നത്? സാന്തയുടെ പരിവേഷം ഇല്ല, അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ്. അതൊരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സാന്റാക്ലോസിനെ കത്തിക്കുന്നത്. മുംബൈ സിനിമയിൽ. അതെ 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 അതാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടെ ആരും സാന്റാക്ലോസിനെ കത്തിക്കാറില്ല. സാന്റാക്ലോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രിസ്തീയ പുണ്യവാൻ്റെ പശ്ചാത്തലമുള്ളൊരു സങ്കല്പമാണ്. ഇത് അങ്ങനെയല്ല, ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. പപ്പാഞ്ഞി എന്ന് പറഞ്ഞാൽ ഒരു പോർച്ചുഗീസ് വാക്കാണ്. ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന പോർച്ചുഗീസ് കൾച്ചറിൽ നിന്നത് ലഭിച്ചതാണ്. അതായത് ഈ സാന്റ എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസ് കൾച്ചറിൽ നിന്ന് ലഭിച്ച സാധനമാണ്. അതായത് ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു പടുവൃദ്ധൻ അത് വയസ്സായി പൂർണ്ണമായിട്ടും കത്തി അമരുന്നു എന്ന ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഇത് പോകുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു സാന്റാക്ലോസ് നിലവിലിപ്പോൾ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിലൊക്കെ ഈ സാന്റാക്ലോസിനെ വെക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് ആളുകളെത്തി. 2 ക്രെയിനുകൾ കൊണ്ടുവന്നാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ നിർമ്മാണം തന്നെ ഒരു നീണ്ട നാളുകളെടുത്താണ്. വലിയ കണ്ടെയ്നറും ലോറികളിലാണ് ഇങ്ങോട്ടേക്ക് ഈ സാധനങ്ങൾ എത്തിച്ചത്. ഇത്രയും 3 പാർട്സായിട്ട് പണിത് കൊണ്ടുവരികയായിരുന്നു. ഇത് ഒരു ഷെബേൽ ഡിസൂസ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ ഈ നിർമ്മാണ പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ ചെയ്തത്. അദ്ദേഹം അവിടെ പണിപ്പുരയിൽ അതിൻ്റെ തിരക്കിലാണ്. എന്തായാലും വലിയൊരു ജനക്കൂട്ടം തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഈ സാന്റാക്ലോസിനെ ഈ പപ്പാഞ്ഞിയെ ഇവിടെ പൊക്കി വെക്കുന്നത് കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. ഇനി ഇതിൻ്റെ മുഖം കൂടി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ അവസാന ഘട്ട പണി തീർന്നുവെന്ന് പറയാം. ഇപ്പോൾ ഇതിലേക്ക് വെച്ച് ഒരു 10 അടി ഉയരമുള്ള സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിന് മുകളിൽ ഈ വലിയ ഒരു 60 അടി ഉയരമുള്ള പപ്പാഞ്ഞിയെ വെച്ച് ഇനി ഈ മുഖം കൂടി വെച്ച് കഴിയുമ്പോൾ പൂർണ്ണതോതിലെത്തും. കഴിഞ്ഞ വർഷം ഈ പപ്പാഞ്ഞിയെ വെച്ചതുമായി ബന്ധപ്പെട്ട് മോദിയുടെ മുഖച്ഛായ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായതാണ്. നമുക്ക് എന്തായാലും ഇക്കുറി അങ്ങനെ ഉണ്ടാകില്ല എന്ന ഒരു സംഘാടകർ ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം കണ്ണാടിയും വലിയ രീതിയിൽ താടിയുമൊക്കെ ആക്കി തൊട്ടപ്പുറത്ത് മുഖം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഈ ക്രെയിനിൻ്റെയും മറ്റുമൊക്കെ സഹായത്തോടു കൂടി തയ്യാറാക്കി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഒരു വലിയൊരു
സാന്റാക്ലോസിൻ്റെ മുഖം അവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അത് കയറുകൊണ്ടാണ് അതിൻ്റെ താടി, അതോടൊപ്പം തന്നെ കണ്ണാടിയുണ്ട്, അത് ഇരുമ്പിലാണ്. അങ്ങനെ ഇരുമ്പും മൊത്തം കത്തി അമർന്നാൽ പോലും നിലത്ത് വീഴില്ല എന്ന രീതിയിൽ തന്നെ ഇരുമ്പ് കൊണ്ടൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇതിനുള്ളിലേക്ക് ഇനി വൈക്കോല് കയറ്റും, അതോടൊപ്പം തന്നെ മറ്റ് പടക്കങ്ങളും മറ്റുമൊക്കെ ചെറിയ തോതിൽ കയറ്റും. അങ്ങനെ ഒരു വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സംഭവമായിട്ട്, കൊച്ചിയുടെ കളർഫുൾ ആഘോഷമായിട്ട് ഇപ്പോൾ ന്യൂ ഇയർ മാറുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൊച്ചി പുതുവത്സരത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാപ്പാഞ്ഞിയുടെ നിർമ്മാണമാണ് അവിടെ അവസാനഘട്ട മിനുക്കുപണിയിൽ നിൽക്കുന്നത്. ഇനി മുഖം കൂടി വയ്ക്കുകയാണെങ്കിൽ പാപ്പാഞ്ഞിയുടെ നിർമ്മാണം അത് പൂർത്തിയായി തീരും. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച ഏറ്റവും വലിയ പാപ്പാഞ്ഞിയാണ് കൊച്ചിയുടെ പുതുവത്സരാഘോഷത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.